ദാമ്പത്യ ബന്ധത്തിലെ അവിശ്വസ്തത, സംശയം, ചിതറുന്ന കുടുംബ ബന്ധങ്ങൾ, ചോരക്കളമാകുന്ന വീടുകൾ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭയാനകമാണ്. കൊല്ലത്ത് കാർ തടഞ്ഞു നിർത്തി ഭാര്യയെ ഭർത്താവ് തീകൊളുത്തി കൊന്ന സംഭവം ഏറെ ഞെട്ടലുളവാക്കുന്നതായിരുന്നു. കണ്ണൂരിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവവും അരങ്ങേറിയത് പോയ വർഷമാണ്. പാറശാലയിൽ ബ്ലോഗർ ദമ്പതികളുടെ മരണത്തിന് പിന്നിലും സംശയവും ദാമ്പത്യ പ്രശ്നങ്ങളുമായിരുന്നു. നെയ്യാറ്റിൻകരയിൽ യുവതിയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയത് പട്ടാപ്പകൽ നടുറോഡിൽ വെച്ച്. മാതാപിതാക്കളുടെ ക്രൂരതയിൽ അനാഥരായ ഒട്ടേറെ കുരുന്നുകൾ പോയ വർഷത്തെ നൊമ്പര കാഴ്ചയാണ്. ഇക്കഴിഞ്ഞ ഡിസംബർ 3 രാത്രിയിൽ കൊല്ലം ചെമ്മാമുക്കിലുണ്ടായ ക്രൂരമായ കൊലപാതകം കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. കാറിൽ സഞ്ചരിച്ചിരുന്ന യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലം നഗരത്തിൽ ബേക്കറി നടത്തുന്ന കൊട്ടിയം സ്വദേശിനി അനിലയെ ഭർത്താവ് പത്മരാജൻ സംശയത്തെ തുടർന്ന് കൊലപ്പെടുത്തിയെന്നാണ് വിവരം. അനിലയും ജീവനക്കാരനായ സോണി എന്ന യുവാവും സഞ്ചരിച്ച കാറിലാണ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. തീ പടർന്നതോടെ സോണി കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതിനാൽ രക്ഷപ്പെട്ടു. എന്നാൽ അനിലയ്ക്ക് പുറത്തേക്കിറങ്ങാൻ കഴിഞ്ഞില്ല. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീ അണച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അച്ഛന്റെ ക്രൂരതയിൽ അനാഥയായി തീർന്നത് 14-കാരിയായ ഏക മകളാണ്. കണ്ണൂരിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭർത്താവ് വെട്ടിക്കൊന്നതും ദാമ്പത്യ പ്രശ്നത്തെ തുടർന്നാണ്. കരിവള്ളൂർ സ്വദേശിനിയും കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷനിലെ CPOയുമായ ദിവ്യശ്രീയെയും പിതാവിനെയും വീട്ടിലെത്തി പ്രതി രാജേഷ് ആക്രമിക്കുകയായിരുന്നു. ഇരുവരെയും ഉടൻ പരിയാരം മെഡിക്കൽ കോളേജ് എത്തിച്ചെങ്കിലും ദിവ്യശ്രീയുടെ ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം പാറശാലയിലെ യൂട്യൂബർമാരായ ദമ്പതികളുടെ മരണത്തിന് പിന്നിലും കുടുംബ പ്രശ്നമായിരുന്നു. പ്രിയയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ശെൽവരാജ് വീട്ടിൽ കെട്ടിത്തൂങ്ങി. കൊലപാതകത്തിന് കാരണമായത് പ്രിയയുടെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെന്നായിരുന്നു കണ്ടെത്തൽ. തൃശൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കിയത് മക്കൾ സ്കൂളിൽ പോയ സമയത്താണ്. തലോർ സ്വദേശി ജോജു ഭാര്യ ലിഞ്ചുവിനെ ചെറിയൊരു വാക്കുതർക്കത്തിന്റെ പേരിലാണ് കൊലപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ ടെറസിൽ കയറി ജോജു തൂങ്ങി മരിച്ചു. ജോജുവിന്റെ 2ാം വിവാഹവും ലിഞ്ചുവിന്റെ 3ാം വിവാഹവുമായിരുന്നു. ആദ്യ വിവാഹത്തിൽ ലിഞ്ചുവിന് 2 മക്കളുണ്ട്. ഇവരോടൊപ്പമായിരുന്നു ദമ്പതികളുടെ താമസം. തൃശൂർ മുരിങ്ങൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയതാണ്. മുരിങ്ങൂർ സ്വദേശിനി ഷീജയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ബിനു 11ഉം 8ഉം വയസ്സുള്ള മക്കളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. തിരുവനന്തപുരം പാപ്പനംകോട് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഏജൻസി ഓഫീസിലുണ്ടായ തീപിടുത്തം പോയ വർഷത്തെ നടുക്കുന്ന ഓർമ്മയാണ്. പട്ടാപ്പകലാണ് പാപ്പനംകോട് സ്വദേശിനി വൈഷ്ണവയെ തീ കൊളുത്തി ഭർത്താവ് ബിനു ജീവനൊടുക്കിയത്. ഇരുവരും തമ്മിലുള്ള അകൽച്ചയും തർക്കങ്ങളും കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് വിവരം. ഇതുപോലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളും അതേ തുടർന്നുള്ള കൊലപാതകങ്ങളും ആത്മഹത്യയും ഒട്ടേറെ കുരുന്നുകളെയാണ് അനാഥരാക്കുന്നത്.